ഡാർക്ക് വഴികളിലൂടെ പോണ എങ്ങോട്ടാണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ഫ്രോഗ് എടുക്കണം. അയ്യോ ഇതിലൂടെ എങ്ങനെ ഞാൻ അപ്പുറത്തോട്ടിറങ്ങും? ഇത് കണ്ടോ ആറ്റിലാണ്, അവിടെയാണ് എൻ്റെ സാധനം കിടക്കുന്നത്. അയ്യോ ഇതിലെ പോകണമെന്ന് വെച്ചാൽ പോകാൻ പറ്റില്ല കേട്ടാ, അല്ലാതെ തന്നെ പോണത് റിസ്ക്കാണ്. ഒന്ന് തന്നെയാ ആറ്റി തന്നെ. എന്തായാലും ഞാൻ അപ്പുറത്തെത്തിയിട്ട് ബാക്കി മച്ചാമാരെ ഒരു റൗണ്ട് കറങ്ങി ഞാൻ അവസാനം ഇവിടെ എത്തി. ഞാൻ ചൂണ്ടെടുത്ത സ്പോട്ട് അപ്പുറത്താട്ടാ, അതുകൊണ്ട് അവിടെ നിന്നാണ് ചൂണ്ടിരുന്നത്. അവിടെ നിന്നുകൊണ്ട് കാസ്റ്റ് ചെയ്തപ്പോഴേ എൻ്റെ ഒരു ഫ്രോഗ് ഇവിടെ ഒരു മുളയിൽ വന്ന് കുടുങ്ങി. അത് കിട്ടും ഈ നിറഞ്ഞൂടാ, രണ്ട് ദിവസമായി. അമ്മേ കൊര വനവും മുള്ളും. സ്ഥലം കണ്ടുപിടിച്ച് ഇനി സാധനം കണ്ടുപിടിക്കണം. ഭാഗ്യമുണ്ടെങ്കിൽ സാധനം കിട്ടും. ഈ മുളയിലാണ് കുടുങ്ങിയത്, അപ്പുറത്തെ മുളയിലാണ്. ഈ മുളയിലാവാനാണ് ചാൻസ് കൂടുതൽ. നൂലൊന്നും കാണാനില്ല. ആ നൂലെങ്കിലും കണ്ടിരുന്നെങ്കിൽ തപ്പിയെടുക്കാമായിരുന്നു. എന്തായാലും നോക്കട്ടെ. ഞാൻ അപ്പുറത്ത് നിന്ന് കാസ്റ്റ് ചെയ്തതാണ്, നേരെ ഇപ്പുറത്ത് നിന്ന് ഇവിടെ കുരുങ്ങിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ട് സാധനം, ഒന്ന് തപ്പിയെടുക്കണം. തപ്പി നോക്കാം. അച്ഛാമാരെ അവസാനം സാധനം ഞാൻ കണ്ടുപിടിച്ച് ഇരിക്കണോ വേണ്ടേ എടാ, ഒന്ന് കുരുങ്ങിയിരിക്കണം നോക്കി. ഇനി അതിനെ വലിച്ചെടുക്കണം. എന്തായാലും എടുത്തു കഴിഞ്ഞിട്ട് മഴയും പെയ്യുണ്ട്, അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു പോകാം. ഓക്കെ. അവൻ വന്ന് കുരുങ്ങിയിരുന്നാലും ഇവിടെ അക്കരയെന്ന് പറഞ്ഞതാ. എടാ നൂറുൾപ്പെടെ ഞാൻ പൊട്ടിച്ചിട്ട് പോയതാ, കിട്ടുമെന്ന് വിചാരിച്ചല്ല, പക്ഷേ സാധനം കിട്ടി. കുറച്ച് പെട്ടാരെന്താ സാധനം ഞാൻ തപ്പിയെടുത്ത്. ഇതിന് വേണ്ടിയാണ് ഇത്രയും ദൂരം കറങ്ങി വന്നത്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും ഫിഷിംഗ് ഷോപ്പൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത് വേണം വാങ്ങിക്കായിരുന്നു. അപ്പോൾ ചൂണ്ടിടാൻ പോകണമെങ്കിൽ ഫിഷ് വേണം, ഇല്ല ഫ്രോഗ് വേണം. ഓർഡർ ചെയ്തിട്ടൊന്നും വരത്തില്ല, നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടാ. അപ്പോൾ കാണാം.